Hey guys, welcome back to my YouTube channel Arya Talks. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ചലഞ്ചാണ്. Who choose who എന്നാണ് നമ്മുടെ ചലഞ്ചിന്റെ പേര്. അപ്പോൾ എൻ്റെ അനിയത്തിയായിട്ടുള്ള ആദ്യത്തെ ചലഞ്ച് വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ മീ ആൻഡ് ഉണ്ണിമോൾ എന്ന് പറഞ്ഞു. ഉണ്ണിമോൾ ഇതാണ് ഉണ്ണിമോൾ. അപ്പോൾ മീ ആൻഡ് ഉണ്ണിമോൾ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട്. അവളുടേത് മീ ആൻഡ് കുഞ്ഞു ഞാനാണ്. അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾക്ക് ഞാൻ ചോദിച്ചാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ക്യൂട്ടായിട്ട് സംസാരിക്കുക എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ എനിക്ക് ഞാനാണ് അങ്ങനെ തോന്നിച്ചാൽ ഞാൻ മീ എന്നുള്ളത് കാണിക്കും, അവൾക്ക് അവളെ തോന്നുന്ന മീ കാണിക്കും, അല്ല അവൾക്ക് ഞാനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുഞ്ഞു എന്നുള്ളത് കാണിക്കും. അപ്പോൾ അതാണ് ചലഞ്ച്. അത് നമുക്ക് ഒരു റൗണ്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് നമ്മുടെ ചേച്ചിയും ഏടത്തിയും ഇരിക്കുന്നുണ്ട്. സോ അവർ ചോദിക്കും. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നമ്മൾ താഴത്ത് എഴുതി കാണിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റൗണ്ടിലേക്ക് കിടക്കാം. ടോട്ടൽ 25 ഉണ്ടാവും. ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ചോദിക്കട്ടെ. ഏറ്റവും നല്ല ബെസ്റ്റ് കുക്കിംഗ്? ഞാനാണ് ഗൈസ്, നല്ലൊരു കുക്കറാണ്. പക്ഷെ ഇപ്പൊ കുറച്ച് ഡേയ്സ് ആയിട്ട് ഞാൻ അടുക്കളയിൽ കയറുന്നില്ല. ഫുള്ളായി ഇവളാണ്, ഉണ്ണിമോളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പെട്ടെന്ന് ദേഷ്യം വരുന്നത് ആർക്കാണ്? എനിക്കാണ് കേട്ടോ. എനിക്ക് ക്ഷമയുണ്ട്. രണ്ടാളില് ഏറ്റവും കൂടുതൽ പഠിക്കണത് ഇതൊക്കെയുള്ള തന്നെയാണോ? കാര്യം ഞാൻ നന്നായിട്ട് പഠിക്കും. ഇവിടുത്തെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ഞാനാണ്. അത് നമ്മൾ പൊക്കി പറയല്ല, ആണ് പറയട്ടോ. ദൈവത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത് ഞാനല്ല. അങ്ങനെ വിശ്വാസേ ഇല്ല എന്നല്ല, വിശ്വാസമൊക്കെ ഉണ്ട്. കാര്യം ഇന്നും കൂടിയും അവള് കാവിലൊക്കെ പോയി. ഇന്നലെയും കൂടി അവള് കാവില് മിഞ്ഞാന്ന് പോയി. അങ്ങനെ ദൈവത്തിൽ അധികം വിശ്വാസമുള്ള ആള് ഇവളാണ്, ഉണ്ണിമോളാണ്. നെക്സ്റ്റ്. ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നത് ആരാണ്? നോക്കാൻ പാടില്ല. ഞാൻ നോക്കാണ്ട്. ശരി, ഉണ്ണിമോള് കെയർ ചെയ്യണത് എന്താണെന്ന് കുഞ്ഞും പറ. കുഞ്ഞു കെയർ ചെയ്യണത് ഉണ്ണിമോളും പറ. ഉണ്ണിമോള് നല്ല കെയറിങ് ആയിട്ട് തോന്നിട്ട് ഇടയ്ക്ക് കേട്ടോ. ഞാനല്ലാന്നാണ് ഞാൻ വിചാരിച്ചത്. കണ്ണുരുട്ടു. ഓക്കെ, അത് എന്റെ പറഞ്ഞു. അതിന്റെ എനിക്ക് കെയറിങ് ആയിട്ട് തോന്നുന്നൊക്കെ ഉണ്ട്. ഓരോ കാര്യങ്ങളും ഇപ്പൊ എന്തേലും ഒക്കെ എന്താ പറയാ, എങ്ങനെയൊക്കെ പറയാ, കുറച്ച് കെയർ ചെയ്യാറുണ്ട്. ചേച്ചിനെ കൂടുതൽ കെയർ ചെയ്യുന്ന എല്ലാവരിനേക്കാളും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾ രണ്ടാളും ഏറ്റവും കൂടുതൽ ഓവർ തിങ്കിങ് ചെയ്യണം ആരാ? ഓവർ തിങ്കിങ്. ശരി, പറ. ഈ എന്ത് കാര്യത്തിൽ ഓവർ തിങ്ക് ചെയ്യാ? നീ എന്ത് കാര്യത്തിൽ? ഞാൻ നല്ല ഓവർ തിങ്കറാണ്. ബിക്കോസ് ഒരു റീസൺ, ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ ഇവള് എന്നോട് ഒരു കാര്യം ചോദിക്കാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടെൻഷനാവും. അപ്പൊ ഞാൻ അങ്ങനെ ഓവർ തിങ്ക് ചെയ്യും. ഇനി എന്താ സംഭവം, ഇൻസ്റ്റേത്താണോ അതാണോ ഇങ്ങനെ ആലോചിച്ച് കൂട്ടും. അപ്പൊ ഞാനൊരു ഓവർ തിങ്കറാണ്. ഞാൻ ഈ എക്സാമും കാര്യങ്ങളൊക്കെ അങ്ങനെ വരില്ലേ, അപ്പോ കുറച്ച് അങ്ങനെ ഓവർ തിങ്ക് ചെയ്യും. പിന്നെ പാസ്സാവോ, നമ്മൾ ജയിക്കുമോ, അങ്ങനെ കുറച്ച് ഓവർ തിങ്ക് ചെയ്തില്ല. അത്രയൊക്കെ തന്നെ ഉള്ളു. നെക്സ്റ്റ്, താഴ്ത്തി വെക്കുന്നു. രണ്ടാളുടെ ഏറ്റവും കൂടുതൽ തള്ളിസ്റ്റ് ആരാണ്? ശരിക്കും ഇത് ഞങ്ങൾക്കുള്ളതല്ല, വെക്കണ ആൾക്കുള്ളതാണ്. പക്ഷേ തള്ളിസ്റ്റ് ഈസ് ഉണ്ണിമോൾ നല്ല തള്ളിസ്റ്റാണ് ഗൈസ്. ഇടയ്ക്ക് ഇവിടെ അവിടുത്തെ കാര്യങ്ങളെന്ന് പറയുമ്പോ കുറച്ച് എരിവും പുളിയൊക്കെ. ശരിക്കും ഞങ്ങൾക്കുള്ളതല്ല, സീരിയസ്ലി ഞങ്ങൾക്കുള്ളതല്ല. പക്ഷെ നമ്മളിങ്ങനെ പറയുമ്പോ കുറച്ച് എരിവും പുളിയൊക്കെ കൂട്ടിയിട്ട് പറയുന്നുണ്ട്. നമ്മളിപ്പോ അങ്ങനെ എവിടേക്കെങ്കിലും പോയാൽ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോ കുറച്ച് ഇതിൽ കുറച്ച് കൂടുതലുണ്ട്, തള്ളു കുറച്ച് കൂടുതലുണ്ട്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ തോന്നലുണ്ട്. അടുത്തത്. രണ്ടാളില് ഏറ്റവും കൂടുതൽ മോഡല്? റീസൺ? കാര്യം എനിക്കാണ് അധികം ജീൻസ് പാൻറ്, ഇത്ര പോകുന്ന ട്രൗസർ അതൊക്കെ ഇട്ടെടുക്കാൻ ആഗ്രഹം എന്നല്ല, എനിക്കാണ് അങ്ങനെ ഇഷ്ടം. പിന്നെ ഇവള് ഇപ്പൊ കുറച്ചായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ എനിക്ക് ചേച്ചി തന്നെയാണ്. ഞങ്ങള് കൂടുതലായിട്ട് മോഡലായിട്ട് വന്നത് ചേച്ചി തന്നെയാണ്.
ഫാമിലി ആയിട്ട് കൂടുതൽ അറ്റാച്ച് ഉള്ളത് ആർക്കാണ്? കാരണം ഞാൻ പറയാം, ഞാൻ പൊതുവെ ഫാമിലി ആയിട്ട് നല്ല ഒരു അറ്റാച്ച്മെന്റ് ആണ്. ഞാൻ എല്ലാ ഫാമിലിയും പറഞ്ഞാൽ ഇതാണ്, കുറച്ച് അറ്റാച്ച്മെന്റ് കൂടുതലുള്ള ആളാണ്. അതെ, ഇന്ത്യയുടെ കാര്യം പറയുമ്പോ എനിക്ക് പെട്ടെന്ന് സങ്കടം വരും. ഇവരാരെങ്കിലും ഇതിനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു. അപ്പൊ അത് കാരണം എന്താ, ഞാൻ അത്രയും അവരായിട്ട് അറ്റാച്ച്ഡ് ആയതുകൊണ്ടാണ്. അൻ്റെത് ഉള്ളപ്പോ അങ്ങനെ കരയില്ലേ മോൾ? ഓക്കെ, അതുകൊണ്ട് ഗൈസ് ഞാൻ അറ്റാച്ച്ഡ് ആണ്. രണ്ടെണ്ണത്തില് ഏറ്റവും കൂടുതൽ കള്ളം പറയണത്, കള്ളത്തരം ചെയ്യുന്നതും കള്ളത്തരം പറയണതും ആര്? രണ്ടും കള്ളികളാണ്. കാര്യങ്ങളൊക്കെ കുറച്ച് പറയുമ്പോ കുറച്ച് ഞാനാണ് കള്ളത്തരം കൂടുതൽ പറയുന്നത്. അത് ഇവര് പറയലുണ്ട്. പക്ഷെ എന്റെ കാര്യം നോക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ എന്തേലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാനല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞുവിടും. പിന്നെ ഇന്നെ ചിലവർ വിശ്വസിക്കും. അതുകൊണ്ട് ഞാൻ കള്ളത്തരം പറഞ്ഞവർക്ക് വേഗം മനസ്സിലാവും. അതുകൊണ്ട് അവരിന്നെ പിടിക്കപ്പെടും. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അച്ഛൻ കൂടുതൽ കൊഞ്ചിക്കുന്നതും വഴക്ക് പറയാത്തതും ആരെയാണ്? യെസ് മോൾ. ഞാന് ചെറുതായത് കൊണ്ട് പറയാൻ കാരണം തന്നെ ഇന്നയാണ്. എന്ന് വെച്ചാ ചെറുതായത് കൊണ്ടാണ് അധികം ചീത്ത അറിഞ്ഞിട്ടില്ല, തല്ലിയിട്ടില്ല, അങ്ങനെയൊന്നുമില്ല മോൾ. അതല്ല, ചെറുതാണ് പറഞ്ഞോണ്ട് ഇന്നെ അങ്ങനെ ചീത്ത അറിഞ്ഞൊന്നുമില്ല. പിന്നെ എവിടേക്കും നിക്കാൻ പോകുമ്പോ കാണാണ്ടിരിക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് അധികം എനിക്കാണ് കുറച്ച് ഇത് തരുന്നത്. പിന്നെ ഒന്നും ഞാൻ അങ്ങനെ കണ്ടു. പക്ഷെ അമ്മയുടെ കാര്യം നോക്കാത്ത ഞാനാണ് ഗൈസ്. ഓക്കെ, അച്ഛന് മോളെ തന്നെയാണ് ഒരു സോഫ്റ്റ് കോർണർ. ഐ നോ ദാറ്റ്. ഒരു കാര്യം ചോദിക്കുമ്പോൾ പറയുമ്പോൾ ശ്രദ്ധിക്കാത്ത അതിന്റെ റീസൺ ഞാൻ പറയാം. ഇതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഒരു സംഭവം ഉണ്ടായി. ഞങ്ങള് ഒരു ഇതിന്റെ കാര്യം വേണ്ടിട്ട് ചേച്ചിയത് ചോദിക്കാണ്. എത്ര വിളിച്ചു എന്നറിയോ? ഒന്നും വഴിയൊക്കെ ഒരു കാര്യം പറയാനാണ് ഒരു കാര്യം പറയാൻ വെച്ചാൽ നമ്മള് നോക്കേയില്ല, മുഖത്തേക്ക് നോക്കിയില്ല. ഫോണ് പിടിച്ചിരിക്കാന്ന് ഫോണിൽ നോക്കിയിരിക്കും. പിന്നെ അങ്ങനെയൊക്കെ തന്നെ ഇതന്നെ ചേച്ചി. അതെ, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ഗൈസ്. എനിക്കും അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഞാനത് മനസ്സിലാക്കി ഞാൻ കേട്ടിട്ടില്ല എന്നുള്ളത്. ഓക്കെ, നമുക്ക് അടുത്തിലേക്ക് പോവാം. പിന്നെ അത് അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല. ഏറ്റവും കൂടുതൽ മേക്കപ്പ് ചെയ്യാൻ ടൈം എടുക്കുന്നത് ആരൊക്കെയാണ്? ടൈം എനിക്കൊന്നുമില്ല. എനിക്ക് പുഞ്ചിരിച്ചിക്ക് പോകുന്നത് ഇപ്പൊ തന്നെ ഞാന് അത് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നു. ഇപ്പൊ തന്നെ നമ്മള് നല്ല ലേറ്റ് ആയി ഉണ്ണിമോള് കാര്യം കൊണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഉണ്ണിമോളെ ചൂസ് ചെയ്യും. എപ്പോഴും അതേ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഉണ്ണിമോള് നല്ല ലാഗാണ്. എനിക്ക് എന്തെന്നറിയോ, കുഞ്ചേച്ചിയുടെ മുടികെട്ടല് ശരിയാവില്ല, ലിപ്സ്റ്റിക്ക് കണ്ണ് ഇതൊക്കെ സ്ലോ മോഷനിലാണ്. അതുകൊണ്ട് കുറച്ച് ലാഗ് എടുത്തിട്ടുണ്ട്. അടുത്തതിലേക്ക് പോവാം. രണ്ട് ചേച്ചിമാരുടെ കൂടെ ഞാനും ചേച്ചി ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് നിങ്ങൾ രണ്ടുപേരിലാരാ? എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്, എല്ലാ കാര്യത്തിനും. എനിക്ക് എല്ലാ കാര്യത്തിലും നിങ്ങള് അങ്ങനെ പറയണേക്കാളും അത് കുഞ്ചേച്ചിയാണ് എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുക. എന്നോട് അധികം ഒന്നും പറയില്ല, ഒക്കെ ചെറുതാണ് പറഞ്ഞിട്ട് മാറ്റി വെക്കും എന്നോട്. അങ്ങനെയുള്ളതുകൊണ്ട് ഇവിടെയാണ് കേട്ടോ. ഞാന് അങ്ങനെയല്ല, എല്ലാവരുടെയും സപ്പോർട്ടാക്കി നിൽക്കും. ഉണ്ണിമോളുടെ കാര്യം വന്നാലും ഞാൻ അവളെ സപ്പോർട്ടാക്കി നിൽക്കും, ആരെന്തായാലും ഇനി ഏതായാലും. അപ്പോ പിന്നെ ചേച്ചിമാരുടെ കയ്യിലായാലും അങ്ങനെ തന്നെയാണ് സപ്പോർട്ടാക്കി നിൽക്കും ഏതിനായാലും. അങ്ങനെ പ്രത്യേകിച്ച് റീസൺസ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് അടുത്തിലേക്ക് പോവാം. ഏറ്റവും കൂടുതൽ ആറ്റിറ്റ്യൂഡ് ഗേളായിട്ട് ആരാ കാണിക്കുക? അതെ, റീലിലും എല്ലാത്തിലും പുറത്ത് പോയാലും കുറച്ച് ആറ്റിറ്റ്യൂഡായി നിൽക്കുന്നത് ചേച്ചി തന്നെയാണ്. അങ്ങനെ നമ്മൾ കാണലുണ്ട്, നിങ്ങളും വൈകാണ്ട കാണും. ആറ്റിറ്റ്യൂഡ് ഉള്ളത് നമ്മൾ പോയി ഒരു സ്ഥലത്ത് പോയാൽ കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിരിക്കണത് എനിക്ക് ആ സാധനം ഇല്ല ഗൈസ്, എനിക്കത് വരില്ല. അതെ, അവിടെ ഫുള്ള് പാർട്ടി ഷോ ആണ്. ഓക്കെ, അടുത്തിലേക്ക് പോവാം. ഒരു കാര്യം പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനോ ചേച്ചിയോ ആരെങ്കിലും ഈവൻ ഞാൻ എന്തെങ്കിലും പറയാന്നുണ്ടെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്യാതെ മറവി കൂടുതൽ, മറവി രോഗം, മറവി പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഏറെ വരുന്നത് പറയുന്നത് ആ ഒരു സംഭവമാണ്.
നമ്മളിപ്പോ ഒരു സാധനം അവിടെ എടുത്തു വെച്ചാ ഞാനത് പിന്നെ രണ്ടാമതും പോരാ, മൂന്നാമതൊരു വട്ടം ഞാൻ പറയണം. പിന്നെ നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വരും. അപ്പൊ ഞാൻ വേഗം ചേച്ചിയെടുത്ത് പറയും. അപ്പൊ ചേച്ചി അങ്ങനെ പറഞ്ഞ് ചേച്ചിനൊന്നും കാട്ടില്ലല്ലോ. അത് വെച്ചിട്ട് ഒക്കെ ചേച്ചി എടുത്താണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ എന്നോട് ദേഷ്യം വരും. അതുകൊണ്ട് ഞാൻ പറയാൻ ശരിയാ, ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ മറക്കല്ല, പക്ഷെ മറക്കുന്ന സംഭവം ഈ ഒരു ദിവസം തന്നെ എത്ര മറവി ഉണ്ടായിരുന്നു എന്നറിയോ? ഇപ്പൊ തന്നെ എന്റെ അടുത്ത് ഒരു കാര്യം എടുത്തു വെക്കാൻ പറഞ്ഞു ഞാൻ ചെയ്യാൻ പറയും, പക്ഷെ ചെയ്യില്ല. അതാണ് പറയണത്. നിങ്ങളെ രണ്ടുപേരിലെ ട്യൂബ്ലൈറ്റ് ആരാ? ട്യൂബ്ലൈറ്റ് ഒരു കാര്യം പറഞ്ഞ മനസ്സിലാത്ത എന്താണ് അത് ഗൈസ് എനിക്ക് അതന്നെ ഇപ്പൊ പറഞ്ഞ എന്താണ് ഞാൻ ചോദിച്ചില്ലേ ക്വസ്റ്റ്യൻ എനിക്ക് വേറെ മനസ്സിലാവില്ല, എന്ത് കാര്യം പറഞ്ഞാലും മനസ്സിലാവാത്ത പക്ഷെ എനിക്ക് കുറെ വട്ടം ആ ചോദ്യം മനസ്സിലാവണം, എന്നാലേക്കാണ് അതിന്റെ ഉത്തരം കിട്ടുള്ളൂ. കുഞ്ചേച്ചി എന്താ അതന്നെ എനിക്ക് അതന്നെ പറയാം, അല്ലെങ്കിൽ പറഞ്ഞാലേ എനിക്ക് പറയാം. നിങ്ങൾ രണ്ടുപേരിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് സെലക്ഷൻ ഉള്ളത്, ഡ്രസ്സ് ആയിക്കോട്ടെ, മേക്കപ്പ് സാധനങ്ങൾ, പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, സെലക്ട്. കാരണം അധികമൊക്കെ ഡ്രസ്സും ലിപ്സ്റ്റിക് സാധനങ്ങളൊക്കെ ചേച്ചി എടുത്തന്നെ നല്ല ഇഷ്ടമാണ്. ഞാൻ ഡ്രസ്സൊക്കെ അടിപൊളിയാണ്. എന്റെ രണ്ട് ചേച്ചിമാർക്ക് ഞാൻ ഡ്രസ്സ് മേടിച്ചു കൊടുത്തിട്ടു, അനിയത്തി കുട്ടികൾക്കും മേടിച്ചു കൊടുത്തിരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് എന്റെ ക്വസ്റ്റ്യാണ്. നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ ഫോൺ അഡിക്റ്റ് ആരാ? നോക്കാൻ പാടില്ല കുഞ്ഞു. കൊച്ചിന്റെ എന്തിനു നോക്കണേ? ഇല്ല, എനിക്ക് തോന്നുന്നത് ഫോൺ അഡിക്റ്റ് എന്റെ അഭിപ്രായത്തിൽ നോക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെയാണ്. വന്ന് കഴിഞ്ഞാൽ ഫോണിലാണ്. ഞങ്ങൾക്ക് ആർക്കും പിടിക്കില്ല കേട്ടോ ഈ ഫോൺ കളി. വന്ന് ഞാൻ പറയിട്ടുണ്ട് അല്ല ഫോൺ അഡിക്റ്റ് പൊതുവെ. ഓക്കെ, പക്ഷെ എനിക്ക് നേരെ തിരിച്ചാണ് ഗൈസ്. ഞാൻ ഇപ്പോ ഷോപ്പിൽ നിന്ന് വന്നു വെച്ചാൽ നേരെ ഒന്നെങ്കിൽ ഇപ്പൊ 2 ദിവസമായിട്ടാണ് ഇപ്പൊ ഫോണിൽ ഇരിക്കുന്നത് വൈകുന്നേരം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ആക്കും, വന്നിട്ട് കാണുകയാണ് ചെയ്യുക. ഇത്രയും ദിവസം നീ ആയിരുന്നു പുറത്ത്, ഇവൾക്ക് വൈഫൈ ഒക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ കടന്നിട്ടാവണ് കാണാവുള്ളൂ. അതെ, വൈഫൈ കാണും. അതന്നെ, അതാണ് പ്രശ്നം. എന്റെ അഭിപ്രായത്തിൽ കുഞ്ചേച്ചിയാണ് കേട്ടോ. ഇവിടെ ചേച്ചിമാർക്കും അറിയാം ഫോണിൽ അധികം കളിക്കണേന്ന് അറിയാം. ഞാൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിർത്തില്ല, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ അത് കഴിഞ്ഞാൽ നിർത്തും. അപ്പൊ ഫോണിൽ മതി ശരിയാണ്. ഫുഡ് കഴിക്കാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഡിലേ ആക്കണത്. എന്നുവെച്ചാൽ ഫുഡ് മെല്ലെ കഴിക്കണത് ഞാൻ തന്നെ അല്ലെങ്കിൽ ഞാൻ ഉറക്കം വന്ന് തൂങ്ങി കിടക്കുമായിരിക്കും. അപ്പൊ പിന്നെ അല്ലെങ്കിൽ യൂട്യൂബ് കണ്ടിട്ട് ഇങ്ങനെ കടക്കും. ഇപ്പൊ കഴിക്കപ്പോ വേറെ എടുത്ത് വെക്കി വേറെ കഴിക്കും. ഓക്കെ, നെക്സ്റ്റ്. അനാവശ്യമായി പൈസ ചെലവാക്കുന്നതാരാ? ഞാനൊന്നും പൈസ ചെലവാക്കില്ല. ഇല്ല, എന്താ പറയാ, പൈസ ഇപ്പൊ ചേച്ചിക്ക് ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് പൈസ അധികം ചെലവാകും. നല്ല തൂർത്തടിക്കണത് ചേച്ചിയാണ്. അത് അച്ഛനും അമ്മയും പറയലുണ്ട്. പൈസ കിട്ടിയപ്പോ നല്ല തൂർത്തടിക്കുന്നുണ്ട്. ഞാൻ കയ്യില് വെക്കുന്നില്ല പൈസ. ഇപ്പൊ പൈസ ഇപ്പൊ ദൂരത്തടിച്ചത് ഈ ഫോണിനാണ്, അല്ലാണ്ട് പ്രശ്നമൊന്നുമില്ല എനിക്ക്. ഞാൻ അതില് ഇവൾക്കൊക്കെ തന്നെ ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. മന്തി, ബർഗർ, പിന്നെന്താ ഡ്രസ്സ്, ഇതൊക്കെ ഞാൻ എന്റെ പൈസ കൊണ്ട് ഇവൾക്കെന്നെ ഫാമിലിക്ക് വേണ്ടിട്ട് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അടുത്തേക്ക് പോവാം. പെട്ടെന്ന് തെറ്റിയിട്ടുണ്ടെങ്കിൽ സോറി പറഞ്ഞിട്ട് വരണത്. ഞാൻ വരില്ല. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പൊ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അമ്മയായാലും പോലും ഞാൻ തെറ്റിയ മുണ്ടാൻ പോവില്ല. പക്ഷെ അമ്മടത്തൊന്നും എനിക്ക് മുണ്ടാണ്ടിരിക്കാനേ പറ്റില്ല. ഞാൻ തെറ്റിയിരിക്കും. പക്ഷെ കുഞ്ചേച്ചി അങ്ങനെയല്ല. കുഞ്ചേച്ചി വേഗം മുണ്ടും. എനിക്ക് ഇങ്ങോട്ട് വരണം. ചേച്ചി ഇവളുടെ തെറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ മതി, ചിരിക്കും. അതേപോലെ തന്നെ എല്ലായിടത്തും ടീച്ചർക്കൊന്നും എനിക്ക് തെറ്റിയിട്ടിരിക്കാനേ പറ്റില്ല. അന്ന് രാത്രി തന്നെ അത് സോൾവ് ചെയ്യണം. ഈ ഇടയ്ക്കും കൂടി ഞാൻ എൻ്റെ ചേച്ചി 2 വട്ടം തെറ്റി, 2 ദിവസം തെറ്റിയിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്. പെട്ടെന്ന് സങ്കടം വരുന്നത്. ഞാൻ തന്നെയാണ്. പലപ്പോഴും എന്റെ കണ്ണില് കണ്ടു വേഗം സങ്കടം കണ്ട്
അതെ guys, ഇപ്പൊ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോഴടക്കം വേഗം കണ്ണില് വെള്ളം വന്നു. അതെ അതാ ഞാൻ പറഞ്ഞ ഫാമിലി ആയിട്ട് കുറച്ച് ഓ ഇത് കുറെ ഏറ്റവും കൂടുതൽ വൃത്തിയുള്ളതാക്കാം. എനിക്കാണ് ഏറ്റവും നല്ല വൃത്തി. കാരണം ഞാനാണ് ഇവിടെ നല്ല വൃത്തിയിൽ ചെയ്യുക. ഞങ്ങള് രണ്ടാൾ വെച്ച് നോക്കുമ്പോ ഞാനാണ് നല്ല വൃത്തിയില്. അല്ലെങ്കിൽ പൊന്നൂട്ടേച്ചിയാണ്. അപ്പൊ ഞാൻ ഉണ്ണിമോളെ തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. ഇതിനേക്കാളും കുറച്ചുകൂടി വൃത്തി അവൾക്കാണ്. നെക്സ്റ്റ് അപ്പോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ഫുഡ് അഡിക്റ്റ് ആരാന്ന് ചോദിച്ചില്ലേ? അതിന്റെ നേരെ ഒരു ഇത് ഫുഡ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് കഴിക്കണത് ആക്രാന്തം കാട്ടണത് നന്നായിട്ട് കഴിക്കണത് ആരാണ് എന്നുള്ളത്. ഓക്കെ, ഉണ്ണിമോളാണ്. അതിന് പിന്നെ നല്ല പറയലുണ്ട്. നല്ല പറയലുണ്ട് കേട്ടോ. പറയാൻ പറ്റില്ല. പറയാൻ അവസരം ഓക്കെ. പക്ഷെ ഇവൾക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. ബർഗർ ആയാലും മന്തി ആയാലും ഒക്കെ പുതിയ പുതിയ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. ഫുഡ് ഞാൻ അങ്ങനെ ഇപ്പോ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടുത്തില്ല ചിലപ്പോ. പക്ഷെ ഇവള് അങ്ങനെയല്ല, എല്ലാം കഴിക്കും. ഓക്കെ ഗൈസ്, അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ചെറിയൊരു ചലഞ്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ഇൻസ്റ്റ ഫോളോ ചെയ്യുക. രണ്ടാളുടെയും അതിൻ്റെ കൊടുക്കണം. ഓക്കെ, രണ്ടാളുടെ ഇൻസ്റ്റ ഐ ഡി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം.